എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു ചെറിയ കാര്യം സംസാരിച്ചിട്ട് വളരെ ക്വിക്കായിട്ട് ഷോർട്ടായിട്ട് അവരുടെ ഫീലിങ്സ് നിങ്ങളുടെ പേഴ്സൻ്റെ ഫീലിങ്സും കൂടെ നമുക്ക് നോക്കാം. ആദ്യം പക്ഷെ ഫസ്റ്റ് പാർട്ടിൽ ഞാൻ ഇപ്പോൾ സംസാരിക്കാൻ പോകുന്നത് നിങ്ങളെ തന്നെ ഹീൽ ചെയ്യുന്നത് എങ്ങനെയാണ്. ഏതൊരു റിലേഷൻഷിപ്പ് ആവട്ടെ, ഏതൊരു ലൈഫിലുള്ള ഒരു സിറ്റുവേഷൻ നിങ്ങളിപ്പോൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ, തടസ്സങ്ങൾ നിങ്ങളിപ്പോൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ആ തടസ്സങ്ങൾ മാറാനും നിങ്ങൾക്ക് കൂടുതലായിട്ട് ദൈവവുമായിട്ട് കണക്റ്റഡ് ആവാനും, ഓക്കെ, യൂണിവേഴ്സുമായിട്ട്, ദൈവമായിട്ടെന്നുള്ളത് വിട്ടേക്കു, യൂണിവേഴ്സുമായിട്ട് കണക്റ്റഡ് ആവാനും, നിങ്ങളുടെ കർമ്മബലം കൊണ്ടാണ് നിങ്ങൾ ഈ വേദനയൊക്കെ അനുഭവിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിൽ നിന്നൊന്ന് പുറത്ത് വരാനുള്ള നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ചെറിയ മെഡിറ്റേഷൻ, ഓക്കെ, അത് ഞാനിന്ന് പറഞ്ഞു തരാം. ഞാനൊരു ഹീലറൊന്നും അല്ല, അത് ഞാൻ ആദ്യമേ പറയാം. ഞാൻ ഹീലിംഗ് ഒന്നും പഠിച്ചിട്ടില്ല. പക്ഷേ ഇത് എനിക്ക് മറ്റൊരാൾ പറഞ്ഞു തന്നതാണ്. എൻ്റെ അച്ഛൻ മരിച്ച സമയത്ത് ഞാൻ ഭയങ്കര ഇമോഷണലായിട്ട് ഭയങ്കര ഒരു അപ്സ് ആൻഡ് ഡൗൺസിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. ഞാനങ്ങ് അച്ഛനുമായിട്ട് ഭയങ്കര ക്ലോസ് ആയിരുന്നു. അപ്പോൾ വല്ലാത്തൊരു സിറ്റുവേഷനിൽ ഞാൻ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്ത് എൻ്റെ ഒരു സുഹൃത്ത്, അവർ ഒരു ഹീലറായിരുന്നു. അവർ എനിക്ക് പറഞ്ഞു തന്നതാണ്. എൻ്റെ കൂടെ ടാരോ പഠിച്ചൊരു വ്യക്തിയാണ്. അപ്പോൾ അവർ എനിക്ക് ഗൈഡ് ചെയ്തിട്ട് ഞാനത് തുടർച്ചയായിട്ട് ചെയ്യുമായിരുന്നു. എനിക്കത് ഹീൽ ചെയ്ത് അതിൽ നിന്ന് പുറത്ത് വരാൻ സാധിച്ചു. ഓക്കെ, അതുകൊണ്ടാണ് എനിക്ക് തോന്നി നിങ്ങൾ പലരും വളരെയധികം വേദന അനുഭവിക്കുന്നുണ്ട്. നിങ്ങളെ കമൻസ് വായിക്കുമ്പോൾ എനിക്ക് ആ ഫീലിംഗ് കിട്ടുന്നുണ്ട്. അപ്പോൾ എനിക്ക് തോന്നി നിങ്ങൾക്കിത് എനിക്കറിയാവുന്ന കാര്യം ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണമെന്ന്, കേട്ടോ. അപ്പോൾ ഞാൻ ഷോർട്ടായിട്ട് പറഞ്ഞുതരാം. എളുപ്പത്തിൽ സാധിക്കുന്ന കാര്യമല്ല. അതായത് നിങ്ങൾ ഇന്ന് ചെയ്തു നാളെ ചെയ്തു മറ്റന്നാൾ റിസൾട്ട് കിട്ടില്ല. ഓക്കെ, ഇത് കുറേ നാൾ, ഒരു 6 മാസം, ഒരു വർഷം, അവരവരുടെ മാനസികാവസ്ഥ അനുസരിച്ചായിരിക്കും നിങ്ങൾക്ക് ഈ ഹീലിംഗ് പോസിബിൾ ആവുന്നത്, കേട്ടോ. നിങ്ങളെ ഹീല് ചെയ്യാം, നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ പാർട്ട്ണറെയും ഹീല് ചെയ്യാൻ സാധിക്കും. മനസ്സിലായോ? ആദ്യം നിങ്ങളെ സ്വയം ഹീല് ചെയ്യാൻ ശ്രമിക്കുക, അതിനുശേഷം നിങ്ങളുടെ പാർട്ട്ണറെ ഹീല് ചെയ്യുക. ഓക്കെ, നിങ്ങൾ ഹീല് ചെയ്യുമ്പോൾ തന്നെ അവിടെ ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഹീല് ചെയ്യുന്നത് നിങ്ങൾക്ക് അറിയാൻ സാധിക്കും, കേട്ടോ. ഇത് ഒരു ഓപ്പനോ എന്ന് പറഞ്ഞ ഒരു രീതിയാണ്, കേട്ടോ. നിങ്ങളെ പേരൊന്നും പഠിക്കണമെന്നില്ല. ഞാൻ വളരെ സിമ്പിളായിട്ട് കാര്യം പറഞ്ഞു തരാം, നിങ്ങൾ എന്താ ചെയ്യേണ്ടത് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് രാവിലെ നേരത്താണ് ഏറ്റവും നല്ലത്, വെളുപ്പിനെ. ഓക്കെ, ചെയ്യാൻ പറ്റുമെങ്കിൽ അത്രയും നല്ലത്. എല്ലാവർക്കും തിരക്കുകളാണ്, എനിക്കറിയാം. നിങ്ങൾക്ക് എപ്പോൾ ചെയ്യാൻ സാധിക്കുമോ ആ സമയത്ത് ചെയ്യുക. വേറെ സമയത്ത് ചെയ്തിട്ട് സക്സസ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്, എനിക്ക് പേഴ്സണലി അറിയാവുന്നവരുണ്ട്. ഭാഷ ഒരു പ്രശ്നമല്ല. ബേസിക്കലി എന്ത് വാക്കുകളാണ് നിങ്ങൾ ഉപയോഗിക്കേണ്ടത് എന്നുള്ളത് ഞാൻ ഇംഗ്ലീഷിലാണ് നമ്മളിത് ചെയ്യുന്നത്. കാരണം ഇതും പാശ്ചാത്യ നാടുകളിൽ ഉപയോഗിക്കുന്ന ഒരു ടെക്നിക്കാണ്, കേട്ടോ. ഇപ്പോഴാണ് ഇവിടെയൊക്കെ പ്രബലമായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് ഏത് ഭാഷയാണോ കംഫർട്ടബിൾ ആ ഭാഷയിൽ നിങ്ങൾക്കിത് ചെയ്യാം. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് രാവിലെ അല്ലെങ്കിൽ ഏത് സമയത്താണോ നിങ്ങൾ മെഡിറ്റേഷൻ ഇരിക്കുന്നത് പോലെ, ധ്യാനത്തിന് നമ്മൾ ഇരിക്കില്ലേ, ആ പോസ്ചറിൽ ഇരിക്കുക. ചമ്രം പടിഞ്ഞ് ഇരിക്കാൻ സാധിക്കുമെങ്കിൽ അത്രയും നല്ലത്. സ്പൈൻ സ്ട്രെയിറ്റ് ആയിരിക്കണം, മുതുക് സ്ട്രെയിറ്റ് ആയിട്ട് വെക്കുക. ഓക്കെ, തല സ്ട്രെയിറ്റ് ആയിരിക്കണം, തല തൂക്കിയിട്ടിട്ടൊന്നും ഇരിക്കരുത്. നിലത്തിരിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ചെയറിലിരുന്ന് ചെയ്യാവുന്നതാണ്. സ്പൈൻ സ്ട്രെയിറ്റ് ആയിരിക്കണം, തല സ്ട്രെയിറ്റ്. ചെയ്യാൻ പറ്റുന്ന, കിടന്നിട്ട് ചെയ്യണ്ട, ഇരുന്ന് ചെയ്യുക. ഓക്കെ, അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ആദ്യം നിങ്ങളുടെ മനസ്സ് ഫോക്കസ്, ഡീപ് ബ്രീത്ത് ചെയ്യുക. ഒരു 10-15 പ്രാവശ്യം നല്ലോണം ശ്വാസം വലിച്ച് വിടുക. ഓക്കെ, ഡീപ്പായിട്ട് തന്നെ കണ്ണടച്ച് പിടിക്കുക, നല്ലോണം ഡീപ്പായിട്ട് ബ്രീത്ത്. നിങ്ങളുടെ ബോഡി റിലാക്സ് ആവും. ഓക്കെ, റിലാക്സ് ആയതിനു ശേഷം നിങ്ങൾ പറയേണ്ടത്, നിങ്ങൾ ഡിവൈനുമായിട്ട്, യൂണിവേഴ്സ് ഡിവൈൻ, അല്ലെങ്കിൽ ഇപ്പോൾ ഏത് ദൈവത്തിനാണോ നിങ്ങൾക്ക് ഇഷ്ടം, നിങ്ങൾ കണക്റ്റഡ് ആവുന്നത് ആ ദൈവത്തിനെ വിചാരിക്കുക. എനിക്ക് കൂടുതൽ അഫിനിറ്റി പരമേശ്വരനോടാണ്, ശിവഭഗവാനോടാണ്. അപ്പോൾ എനിക്ക് എപ്പോഴും തുടക്കത്തിൽ ഞാൻ എവിടെ പോയി പ്രാർത്ഥിച്ചാലും ആദ്യം നമഃശിവായ എന്ന് തന്നെ മനസ്സിൽ വരുള്ളൂ. അപ്പം ഞാൻ തുടങ്ങുന്നത് നമഃശിവായ പറഞ്ഞിട്ടാണ്. നിങ്ങൾക്ക് എങ്ങനെയാണോ അതുപോലെ നിങ്ങളുടെ ആദ്യം പറയാം യൂണിവേഴ്സ് ഡിവൈൻ, അല്ലെങ്കിൽ ഭഗവാനെ. നിങ്ങൾ പറയേണ്ട 3 വരികളുണ്ട്, അത് തുടർച്ചയായിട്ട് പറയണം. ഐ ആം സോറി, പ്ലീസ് ഫോർഗിവ് മീ, ഐ ലവ് യു എന്ന് പറയുക. ഓക്കെ,
ഇത് നിങ്ങൾ ഡിവൈൻ്റെ അടുത്താണ് പറയുന്നത്. ഓക്കെ, നിങ്ങൾ ഭഗവാന്റെ അടുത്താണ് പറയുന്നത്. എൻ്റെ തെറ്റുകൾ, ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ക്ഷമിക്കുക, എന്നോട് പൊറുക്കുക, എനിക്ക് നിങ്ങളെ വളരെ ഇഷ്ടമാണ് എന്നതാണ് ഈ 3 വരികൾ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഭാഷയിൽ നിങ്ങൾക്ക് പറയാൻ ട്രാൻസ്ലേറ്റ് ചെയ്തോളുക. ഓക്കെ, ഈ 3 വരികൾ തുടർച്ചയായിട്ട് 108 പ്രാവശ്യം പറ്റുമെങ്കിൽ അത്രയും, അല്ല 5 മിനിറ്റേ പറ്റുള്ളൂ, അത്രയും. കുറച്ച് ദിവസങ്ങൾ കൂടുതൽ എടുക്കുമെന്നേ ഉള്ളൂ കേട്ടോ. നിങ്ങളുടെ സമയവും സന്ദർഭവും അനുസരിച്ച് ചെയ്തോളുക. വീണ്ടും 3 വരികൾ ഞാൻ പറഞ്ഞു തരാം. ഐ ആം സോറി, പ്ലീസ് ഫോർഗിവ് മീ, ഐ ലവ് യു എന്ന് പറഞ്ഞിട്ട് ഇത് റിപ്പീറ്റ് ചെയ്യുക. എന്നിട്ട് പറയുക, ഞാൻ എന്നെ തന്നെ ഹീൽ ചെയ്യാൻ എന്നെ സഹായിച്ചതിന് നന്ദി എന്ന് ഭഗവാന്റെ അടുത്ത് പറയാം. താങ്ക് യു ഫോർ ഹെൽപ്പിംഗ് മീ ഹീൽ മൈസെൽഫ്. എന്നെ ഹീൽ ചെയ്യാൻ സഹായിച്ചതിന് ഡിവൈൻ അവിടത്തേക്ക് നന്ദി എന്ന് ലാസ്റ്റ് പറഞ്ഞിട്ട് വേണം ഇത് നിർത്താൻ. വീണ്ടും ഡീപ് ബ്രീത്ത് ഒരു 4-5 പ്രാവശ്യം ചെയ്തതിന് ശേഷം കണ്ണ് തുറന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യങ്ങളിലേക്ക് പോകാം. ഇത് ഒരു വളരെ എഫക്റ്റീവായിട്ടുള്ള ഹീലിംഗ് ടെക്നീക്കാണ് കേട്ടോ. ഇത് സ്വയം ഹീൽ ചെയ്യാനുള്ളതാണ് ആദ്യത്തെ പാർട്ട്. രണ്ടാമത്തെ പാർട്ട്, നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണെ ഹീൽ ചെയ്യണമെങ്കിൽ നിങ്ങൾ ആദ്യം ആ ഡീപ് ബ്രീത്ത് ചെയ്യില്ലേ, കണ്ണടച്ചിരുന്ന് ഡീപ് ബ്രീത്ത് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നു എന്ന് സങ്കല്പിക്കുക. എന്നിട്ട് അവരുടെ കൈ നിങ്ങൾ പിടിക്കുന്നതായിട്ട്, നിങ്ങളുടെ കൈകളിലേക്ക് അവരുടെ കൈകൾ വെക്കുന്നതായിട്ട് സങ്കല്പിക്കുക. എന്നിട്ട് നിങ്ങൾ നിങ്ങളുടെ പേഴ്സണോടാണ് സംസാരിക്കുന്നത് കേട്ടോ. നിങ്ങൾ നിങ്ങളുടെ പേഴ്സൻ്റെ അടുത്ത് സംസാരിക്കുന്നത് പോലെ. ഫോർ എക്സാമ്പിൾ എൻ്റെ ഹസ്ബൻഡിൻ്റെ പേര് എക്സ് എന്നായിരിക്കട്ടെ. ഓക്കെ, അപ്പോൾ എനിക്ക് മിസ്റ്റർ എക്സിനെയാണ് ഹീൽ ചെയ്യേണ്ടത്. അപ്പം ഞാൻ ചെയ്യും, ഞാൻ സങ്കല്പിക്കുന്നത് അദ്ദേഹത്തിൻ്റെ കൈകൾ എൻ്റെ കൈകളിൽ ഉണ്ട് എന്ന് ഞാൻ വിചാരിക്കും. എന്നിട്ട് ഞാൻ എക്സിനോടാണ് അതായത് മിസ്റ്റർ എക്സിനോടാണ് സംസാരിക്കുന്നത്. അപ്പം ഞാൻ പറയും, മിസ്റ്റർ എക്സ്, ഐ ആം സോറി, ഞാൻ നിങ്ങളെ എന്തെങ്കിലും തരത്തിൽ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ സോറി. ഓക്കെ, പ്ലീസ് ഫോർഗിവ് മീ, എന്നോട് ക്ഷമിക്കൂ. ഐ ലവ് യു, എനിക്ക് നിങ്ങളെ വളരെ ഇഷ്ടമാണ്. ഓക്കെ, ഞാൻ വിചാരിക്കുന്നത് ഞാനോ എൻ്റെ ചുറ്റിനുമുള്ള ആരെങ്കിലുമോ നിങ്ങൾ ഏതെങ്കിലും തരത്തിൽ വിഷമിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക എന്നാണ് ഞാൻ പ്രാർത്ഥിക്കാറുള്ളത് കേട്ടോ. അപ്പോൾ ഇതൊരു വേ ഓഫ് ഡൂയിങ് ആണ്. നിങ്ങൾക്കിത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യേണ്ടി വരും. 1-2 ദിവസം ചെയ്തിട്ട് ഇതിന് റിസൾട്ട് കിട്ടില്ല കേട്ടോ. ഹീലിംഗ് എന്ന് പറയുന്ന ഒരുപാട് സമയമെടുത്ത് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഇന്ന് ചെയ്ത് നാളെ ചെയ്ത് മറ്റന്നാൾ റിസൾട്ടൊന്നും ആർക്കും കിട്ടില്ല. കുറേ സമയം ചെയ്താൽ നിങ്ങൾ ഹീലാവുന്നത് നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും. നിങ്ങൾ ഹീലാവുമ്പോൾ ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ ചുറ്റിനുമുള്ള എല്ലാ റിലേഷൻസും ഹീലായിക്കോളും. അപ്പം ഞാൻ പറയും, ആദ്യം നിങ്ങൾ സ്വയം ഹീല് ചെയ്യാൻ ശ്രമിക്കുക. അതിനുശേഷം മാത്രം നിങ്ങളുടെ പേഴ്സണെ ഹീൽ ചെയ്യുന്ന കാര്യം ആലോചിച്ചാൽ മതി. പേഴ്സൺ എന്നല്ല, നിങ്ങൾക്ക് ഏത് റിലേഷനും ഇത് വെച്ച് ഹീൽ ചെയ്യാൻ പറ്റും. ഓക്കെ, നിങ്ങളുടെ കർമ്മഫലങ്ങളിലുള്ള എന്തും നിങ്ങൾക്ക് ഇത് വെച്ച് ഹീൽ ചെയ്യാൻ പറ്റും. ഓക്കെ, നിങ്ങളുടെ മകനോടാണ് നിങ്ങൾക്ക് വഴക്ക്, നിങ്ങളുടെ മകനുമായിട്ടുള്ള പ്രശ്നം, ഈ പറഞ്ഞ മകനെ സങ്കല്പിക്കുക, മകൻ കൈപിടിക്കുന്നതായി സങ്കല്പിക്കുക, അവരോട് ഈ പറയുന്നത് പറയുക. ഓക്കെ, ഇപ്പം മരുമകളോടാണ് പ്രശ്നം, മരുമകളാണ് മുന്നിൽ ഇരിക്കുന്നതെന്ന് സങ്കല്പിക്കുക. ഇതേ പ്രോസസ്സ് ഫോളോ ചെയ്യുക. മനസ്സിലായി? ആരാണോ എന്താണോ ഹീൽ ചെയ്യേണ്ടത്, നിങ്ങളുടെ ബോസിനോടാണ് നിങ്ങൾക്ക് പ്രശ്നം, ബോസ് കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങളെ ഉപദ്രവിക്കുന്നു, അങ്ങനെ ഒരു സിറ്റുവേഷനാണ്, അവരുമായിട്ട് നിങ്ങളുടെ ബോസിനെ സങ്കല്പിക്കുക. അവിടെ ഹീൽ ചെയ്യാൻ പറ്റും. നിങ്ങളുടെ റിലേഷൻ ലോങ് ടൈമിൽ ഹീൽ ചെയ്യാൻ പറ്റുന്നതാണ്. ശ്രമിച്ചു നോക്കൂ കേട്ടോ. ഇത്തരം ബോറടി ആയെങ്കിൽ ക്ഷമിക്കുക. നമുക്ക് ക്വിക്കായിട്ട് നിങ്ങളുടെ പേഴ്സൻ്റെ ഫീലിങ്സ് നോക്കാം. ഡിവൈൻ പ്ലീസ് ഗൈഡ്. ഇന്നത്തെ ദിവസം എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ മനസ്സിൽ അവർക്ക് വേണ്ടിയുള്ള ഫീലിങ്സ് എന്താണ് എന്നൊന്ന് കാണിച്ചു തരൂ. വാട്ട് ആർ ദ ഫീലിങ്സ് ഓഫ് മൈ വ്യൂവേഴ്സ് പേഴ്സൺ for them today? Please show me. Divine, എന്നെ സഹായിക്കൂ. എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ മനസ്സിൽ അവർക്കുള്ള ഫീലിങ്സ് എന്താണ് എന്ന് എനിക്കൊന്ന് കാണിച്ചു തരാമോ? പ്ലീസ് ഗൈഡ്, പ്ലീസ് ഗൈഡ്. ദ സ്റ്റാർ, തുടക്കം തന്നെ നല്ലത്. ഇത് നിങ്ങൾ അവരുടെ ഒരു വിഷ് ഫുൾഫിൽമെൻ്റ് ആണ് എന്നാണ് അവർ വിചാരിക്കുന്നത്. പേജ് ഓഫ് കപ്സ്, ക്വീൻ ഓഫ് വാൻഡ്സ്, ഫൈവ് ഓഫ് കപ്സ്,
the Empress, Page of Pentacles, Six of Pentacles, Knight of Wands. വളരെ നല്ല ഫീലിങ്സ് ആണല്ലോ. നിങ്ങളുടെ പേഴ്സൺ മനസ്സിൽ നിങ്ങളെ വളരെ ഇഷ്ടമാണ്. അവർ ഓരോ സ്ഥലത്ത് സ്റ്റക്കായിരിക്കുന്ന ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ. ഫീലിങ്സ് എപ്പോഴും വളരെ നല്ലതായിട്ടാണ് വരുന്നത് കേട്ടോ. ഏസ് ഓഫ് വോൺസ് ആണ് ബോട്ടം ഓഫ് ദി ഡെക്ക് വന്നിരിക്കുന്നത്. അതായത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ വളരെ പോസിറ്റീവായിട്ടാണ് കാണുന്നത്. നിങ്ങൾ അവരുടെ ലൈഫിലെ ഒരു ഭയങ്കര വലിയ വിഷ് ഫുൾഫിൽമെൻ്റ് ആണ് എന്നവർ വിശ്വസിക്കുന്നു. നിങ്ങളെ കിട്ടുന്നവർ ഭാഗ്യവാന്മാർ, ഭാഗ്യവതികൾ എന്നാണ് അവർ ചിന്തിക്കുന്നത് കേട്ടോ. നിങ്ങൾ അവരുടെ ലൈഫിലുണ്ടെങ്കിൽ അവരുടെ ലൈഫിലെല്ലാം പോസിറ്റീവായിരിക്കും. ഇമോഷണലായിട്ടും ബാക്കി എല്ലാ രീതിയിലും അതൊരു വലിയ ഫുൾഫിൽമെൻ്റ് ആണ് അവരുടെ ലൈഫിൽ എന്നവർ ഉറച്ച് വിശ്വസിക്കുന്നു കേട്ടോ. സ്റ്റാർ കാർഡ് വെച്ചിട്ട് നിങ്ങളുടെ പേഴ്സൻ്റെ ഇത് സോഡിയാക്ക് വന്നിട്ട് അക്വേറിയസ് കുംഭരാശി ആയിരിക്കും. പേജ് ഓഫ് കപ്സ് വെച്ചിട്ട് നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്ന് അവർക്ക് വളരെയധികം ആഗ്രഹമുണ്ട്. സ്നേഹമായിട്ട് ഒരു മെസ്സേജൊക്കെ അയക്കണമെന്ന് തന്നെയാണ് ഇവർ ആലോചിക്കുന്നത് കേട്ടോ. കാരണം ഇമോഷൻസാണ് അവിടെ. ഇമോഷണലായിട്ട് ഒരു മെസ്സേജൊക്കെ അയക്കാനുള്ള എല്ലാ സാധ്യതയും ഉണ്ട്. നിങ്ങൾക്ക് ചിലർക്കെങ്കിലും ഇന്ന് മെസ്സേജ് വരുന്നതായിരിക്കും. ഓക്കെ, കപ്സിൻ്റെ എനർജി വെച്ചിട്ട് ക്യാൻസർ, സ്കോർപ്പിയോ, പൈസിസ്, കർക്കിടകം, വൃശ്ചികം, മീനം ഈ രാശികളിൽപ്പെട്ടവരായിരിക്കും നിങ്ങളുടെ പേഴ്സൺ. ക്വീൻ ഓഫ് വോൺസ് വെച്ചിട്ട് നിങ്ങൾക്ക് തന്നെ അറിയാം, അവർ നിങ്ങളെ സ്നേഹത്തോടൊപ്പം വളരെ റെസ്പെക്റ്റോടെ കാണുന്ന, നിങ്ങൾക്ക് ഒരുപാട് ബഹുമാനവും അവർ തരുന്നുണ്ട് കേട്ടോ. സ്നേഹം മാത്രമല്ല ബഹുമാനമുണ്ട്. കാരണം നിങ്ങൾ മറ്റുള്ളവരെ ആയിട്ട് പെരുമാറുന്ന രീതിയായാലും, നിങ്ങളുടെ ചുറ്റുമുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന രീതിയായാലും, നിങ്ങൾ ജോലിയിലായാലും നിങ്ങൾ ഭയങ്കര എഫിഷ്യൻ്റ് ആയിരിക്കാൻ സാധ്യതയുണ്ട്. ഓക്കെ, അതുപോലെ നിങ്ങൾക്കൊരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഒക്കെ ഉണ്ട്. ഏത് കാര്യവും ഏറ്റെടുത്ത് ചെയ്യാനുള്ള ധൈര്യമൊക്കെ ഉള്ള ഒരാളാണ് നിങ്ങൾ ആരെയും നോക്കി നിൽക്കാറൊന്നുമില്ല. നിങ്ങൾ തന്നെ തീരുമാനങ്ങൾ എടുക്കാനും അത് പ്രാവർത്തികമാക്കാനും എല്ലാം കഴിവുള്ള ഒരാളാണ്. അതിൻ്റെ സ്നേഹവും ബഹുമാനവും നിങ്ങളോട് ഉണ്ട്. നിങ്ങളുമായിട്ട് ഹൈലി അട്രാക്റ്റീവ് ആണ്. നിങ്ങളുടെ അടുത്ത് എന്താ പറയുക, ഒരു അളവിൽ കൂടുതൽ സ്നേഹം ഇവർക്കുണ്ട് കേട്ടോ. വോൺസിൻ്റെ എനർജി വെച്ചിട്ട് ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്, മേടം, ചിങ്ങം, ധനു ഈ രാശികളായിരിക്കാം നിങ്ങളുടെ പേഴ്സൻ്റെ. അതേപോലെ 5 ഓഫ് കപ്സ് വെച്ചിട്ട് നിങ്ങൾ വളരെയധികം മിസ്സ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ പഴയ കാര്യങ്ങളൊക്കെ ആലോചിച്ച് ഇമോഷണൽ അപ്സ് ആൻഡ് ഡൗൺസ് ആണ്. വളരെയധികം ഒരു മിസ്സിങ് എനർജിയാണ് ഇവിടെ കാണുന്നത്. വളരെ വിഷമത്തിലാണ്. ക്യാൻസർ, സ്കോർപ്പിയോ, പൈസിസ്, കർക്കിടകം, വൃശ്ചികം, മീനം കൂട്ടത്തിൽ ഇരിക്കുമ്പോഴും ഒറ്റപ്പെട്ട് ഇരിക്കുന്ന, മാനസികമായിട്ട് ഒറ്റപ്പെട്ടിരിക്കുന്ന ഒരവസ്ഥ. ഓക്കെ, എംപ്രസ് വെച്ചിട്ട് അവർ വളരെ ഹൈ ലെവലിലാണ്. നിങ്ങൾ ഒരു ചക്രവർത്തിനി എന്നോ, എംപ്രസിൻ്റെ അർത്ഥം ചക്രവർത്തിനി എന്നാണ് കേട്ടോ. എന്ന് വെച്ചാൽ രാജ്ഞിക്ക് മേലെ, ഇനി ഇതിൻ്റെ അപ്പുറം ഒന്നുമില്ല. നിങ്ങൾ ടോറസ് ആണ്, ഋഷഭരാശിയാണ്. ഋഷഭം പറഞ്ഞ ഇടവരാശി കേട്ടോ. ഋഷഭരാശിക്കാരായിരിക്കും. അതായത് ഈ ടോറസിൻ്റേതായിട്ടുള്ള ചില ക്യാരക്ടറിസ്റ്റിക്സ്, ചില സ്വഭാവ രീതികളുണ്ട്. അതെല്ലാം നിങ്ങൾക്കുണ്ട്. എന്ന് വെച്ചാൽ ഇവർ പെരുമാറുന്നതൊക്കെ വളരെ എലഗൻ്റായിട്ട്, ഓക്കെ, എന്ന് വെച്ചാൽ വളരെ എന്താ പറയുക, ഒരു രാജ്ഞിയെ പോലെ പെരുമാറുന്ന ഒരാളാണ് നിങ്ങൾ. എന്ന് വെച്ചാൽ ആ ഒരു ഡിഗ്നിറ്റി ഒന്നും വിട്ട് നിങ്ങൾ പെരുമാറില്ല. നിങ്ങൾ ഡ്രസ്സ് ചെയ്യുന്ന രീതി ആയാലും നിങ്ങളുടെ മുഖമായാലും എപ്പോഴും പ്ലസൻ്റ് ആയിരിക്കും. വളരെ കൂടുതലായിട്ടും നിങ്ങൾ വളരെ കാണാൻ നല്ല ഒരാളായിരിക്കണം. വളരെ നന്നായി സംസാരിക്കുന്ന ഒരാളായിരിക്കണം. എല്ലാവരാലും സ്നേഹിക്കപ്പെടുന്ന ഒരാളാണ്. എല്ലാവരെയും കെയർ ചെയ്യുന്ന ഒരാളാണ്. നിങ്ങളെ കൊണ്ട് പറ്റുന്ന സഹായം നിങ്ങൾ എല്ലാവർക്കും ചെയ്തു കൊടുക്കാറുണ്ട്. കുഞ്ഞുങ്ങളെയൊക്കെ വളരെ ഇഷ്ടമുള്ള ഒരാളായിരിക്കും കേട്ടോ. നിങ്ങളുടെ മാത്രമല്ല, ഏത് കുഞ്ഞിനെയും പൊതുവെ ഇഷ്ടപ്പെട്ട് നോക്കുന്നതൊക്കെ ചെയ്തു കൊടുക്കുന്ന ഒരാളായിരിക്കും നിങ്ങൾ. അങ്ങനെ എന്ന് വെച്ചാൽ നിങ്ങൾ ഇരിക്കുന്ന അവിടെ എല്ലാവർക്കും സന്തോഷമാണ്. നിങ്ങളുടെ ചുറ്റുമുള്ളവർ സന്തോഷമായിരിക്കും. ആ ഒരു ഫീലിംഗ് തന്നെയാണ് ഇവർക്ക് നിങ്ങളുടെ അടുത്ത്. നിങ്ങളെ കിട്ടുക എന്നുള്ളത് ഇവരുടെ ലൈഫിലെ ഏറ്റവും വലിയൊരു കാര്യമാണ്. നിങ്ങൾക്ക് പകരമായിട്ട് അവരുടെ ലൈഫിൽ വെക്കാൻ യാതൊന്നും ഇല്ല എന്ന് തന്നെയാണ് ഇവർ വിചാരിക്കുന്നത്. അത് തന്നെയാണ് ഇവരുടെ ഫീലിംഗ്. ഓക്കെ, പേജ് ഓഫ് പെൻറ്റക്കിൾസ് വെച്ചിട്ട് ഇവർ നിങ്ങളുടെ വേറെ ബോക്സ്, നിങ്ങളുടെ DP, വാട്സാപ്പിൻ്റെ DP അപ്ഡേറ്റ്സ്, അതേപോലെ വേറെ സോഷ്യൽ മീഡിയ റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഒക്കെ ഇവർ ഫോളോ ചെയ്യുന്നുണ്ട്. ഓക്കെ,
കാരണം നിങ്ങൾക്ക് സുഖമാണോ, നിങ്ങൾക്ക് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ എന്നൊക്കെ അറിയാനുള്ളൊരു വ്യഗ്രത കൊണ്ടാണ്. അല്ലാതെ ബാഡായിട്ടുള്ള ഒരു സ്റ്റോക്കിംഗ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഓക്കെ. അതേപോലെ 6 ഓഫ് പെൻറ്റക്കിൾസ് വെച്ച്, പെൻറ്റക്കിൾസ് രണ്ടും ഒരുമിച്ച് പറയാം. പെൻറ്റക്കിൾസ് ടോറസ്, വിർഗോ, കാപ്രിക്കോൺ ആണ്. ഋഷഭം, കന്നി, മകരം, ഋഷഭം പറഞ്ഞ ഇടവം. ഓക്കെ. അപ്പോൾ 6 ഓഫ് പെൻറ്റക്കിൾസ് വെച്ചിട്ട് നിങ്ങളുമായിട്ട് ഒരു ഈക്വൽ ഗിവ് ആൻഡ് ടേക്കിൽ എത്തണം എന്നിവർ ആലോചിക്കുന്നു. ഓക്കെ. അതായത് സ്നേഹം കൊടുത്ത് സ്നേഹം വാങ്ങിക്കുക എന്നുള്ള, നിങ്ങൾക്ക് ഒരുപാട് സ്നേഹം തരണം, നിങ്ങളാൽ സ്നേഹിക്കപ്പെടണം എന്ന് ഇവർ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ. സിറ്റുവേഷൻ അവരുടെ ഫീലിംഗ് ആണ് നമ്മൾ ഈ പറയുന്നത്. ഓക്കെ. സിറ്റുവേഷൻ എങ്ങനെയാണെന്ന് നമുക്കറിയില്ല. അവരുടെ മനസ്സിൽ നിങ്ങളുമായിട്ട് ഒരു ഈക്വൽ ഗിവ് ആൻഡ് ടേക്കിൽ എത്തണമെന്നാണ് ഇവർ വിചാരിക്കുന്നത്. അതേപ്രതി നിങ്ങളെ പ്രതി ഹൈലി പാഷനേറ്റ് ആയിട്ടും ഇവർ ചിന്തിക്കുന്നുണ്ട്. അതായത് എത്രയും വേഗത്തിൽ നിങ്ങളുടെ അടുത്ത് എത്തണം, നിങ്ങളുടെ അടുത്ത് സ്നേഹമായിട്ട് പെരുമാറണം, എന്താ പറയുക, ഹൈ എനർജിയോട് കൂടിയിട്ട് എത്രയും പെട്ടെന്ന് എന്നാണ് ഇവർ ചിന്തിക്കുന്നത് കേട്ടോ. നിങ്ങളുടെ സാമീപ്യം ഇവർ ആഗ്രഹിക്കുന്നുണ്ട് ചുരുക്കി പറഞ്ഞാൽ. ഓക്കെ. നിങ്ങളുടെ അടുത്ത് വരണം, നിങ്ങളോട് സംസാരിക്കണം. ഇമ്പൾസീവായിട്ട് എടുത്ത് ചാടി ഒക്കെ കാര്യങ്ങൾ ചെയ്യില്ലേ, ഇനി ഒന്നും ആലോചിക്കേണ്ട, മുന്നോട്ട് പോകാം എന്നുള്ള രീതിയിൽ അങ്ങനെ ഒരു ചിന്ത അവരുടെ മനസ്സിൽ അറ്റ് പ്രസൻറ്റ് പോകുന്നുണ്ട്. അതേപോലെ ഏസ് ഓഫ് ഫോൺസ് വെച്ചിട്ട് നിങ്ങളുമായിട്ടൊരു പുതിയ തുടക്കം വേണം എന്നിവർ ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ. നല്ല രീതിയിൽ നിങ്ങളുമായിട്ട് മുന്നോട്ട് പോകണം, ഒരു നല്ല ജീവിതം നിങ്ങളുമായിട്ട് ഉണ്ടാവണം എന്നൊക്കെ തന്നെയാണ് ഇവരുടെ ഫീലിംഗ്. 3 കാർഡൂടെ ഞാൻ എടുക്കാം. എന്ന് ക്ലാരിഫൈ ചെയ്ത് കഴിഞ്ഞാൽ വീഡിയോ ഭയങ്കര ലോങ് ആയി പോകും. കാരണം ഞാൻ ഹീലിംഗിൻ്റെയും കൂടെ അതിൽ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഡിവൈൻ പ്ലീസ് ഗിവ് മീ 3 more cards. ഓക്കെ. നിങ്ങളുമായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ, സ്ട്രെങ്ത് കാർഡാണ് വന്നിരിക്കുന്നത്, ചിങ്ങരാശി. ഓക്കെ. ലിയോ ചിങ്ങരാശിയാണ്. നിങ്ങളുമായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതെല്ലാം പരിഹരിച്ച് നല്ല രീതിയിൽ മുന്നോട്ട് പോകണം എന്നാണ് ഇവരുടെ ഫീലിംഗ് ഇപ്പോൾ. എന്ന് വെച്ചാൽ നിങ്ങളെ പ്രതി അവരുടെ ഫീലിങ്സ് അവർ തിരിച്ചറിഞ്ഞിരിക്കുന്നു. ഓക്കെ. നിങ്ങളായിട്ട് എന്തെങ്കിലും കാര്യത്തിന് വഴക്കൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളെ പറഞ്ഞ് സമാധാനിപ്പിച്ച് നിങ്ങളുമായിട്ടൊരു നല്ല ബന്ധം വീണ്ടും പുനഃസ്ഥാപിക്കണം എന്നൊക്കെയാണ് ഇവർ ചിന്തിക്കുന്നത് കേട്ടോ. അതുപോലെ വീണ്ടും 5 ഓഫ് കപ്സ് റിപ്പീറ്റ് ആയിരിക്കുകയാണ്. ഇവർ വളരെ സങ്കടത്തിൽ തന്നെയാണ്, നിങ്ങളെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഒന്നുകിൽ നിങ്ങളിപ്പോൾ തൽക്കാലം 2 സ്ഥലത്തായിട്ട് ഇരിക്കുകയായിരിക്കും, പിരിഞ്ഞിരിക്കുകയായിരിക്കും. അതുകൊണ്ട് വളരെ മിസ്സിങ് എനർജി ഇവിടെ കാണുന്നുണ്ട്. വളരെ സങ്കടത്തിലാണ്. പഴയ കാര്യങ്ങൾ, പാസ്റ്റിലേക്ക് നോക്കി പഴയ കാര്യങ്ങൾ ആലോചിച്ച് വിഷമിക്കുന്നതായിട്ടാണ് കാണുന്നത്. ഒരു കാർഡ് കൂടെ ലോങ് ഡിസ്റ്റൻസിലാണ്, അവരൊരു യാത്രയിലോ മറ്റോ ആണ്. നിങ്ങളുമായിട്ട് ഫിസിക്കൽ ഡിസ്റ്റൻസ് ഉണ്ട്. നിങ്ങൾ രണ്ടും 2 സ്ഥലത്തായിട്ട് ഇപ്പോൾ കുറച്ച് ഒരു ഡിസ്റ്റൻസിൽ ഇരിക്കുന്നതായിട്ടാണ് കാണുന്നത് കേട്ടോ. ഒന്നുകിൽ നിങ്ങളെ വിട്ട് 2 സിനാറിയോ ഉണ്ട് അവിടെ. ഒന്നുകിൽ ഇവർ ശാരീരികമായിട്ട് വേറൊരു സ്ഥലത്തായിരിക്കും, ജോലി സംബന്ധമായിട്ടോ മറ്റോ എന്തെങ്കിലും കാരണവശാൽ ഒരു യാത്രയിലോ ഫാമിലിയുമായിട്ടൊരു യാത്ര പോയതോ അങ്ങനെ എന്തെങ്കിലും രീതിയിൽ ജോലിപരമായിട്ടൊരു യാത്ര പോയതോ ഒക്കെ ആയിട്ട് കുറച്ചൊരു ഡിസ്റ്റൻറ്റ് പ്ലേസിൽ ഇരിക്കുകയാണ്. അവിടെ ഇരുന്ന് നിങ്ങളെ മിസ് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത് കേട്ടോ. പക്ഷേ ഇപ്പോൾ ക്ഷമിക്കുക എന്നുള്ളത് അവർക്ക് പെട്ടെന്ന് നിങ്ങളുടെ അടുത്തേക്ക് എത്താനുള്ള വഴിയൊന്നും അവിടെ കാണുന്നില്ല. അതിൻ്റെ ഒരു മിസ്സിങ് എനർജിയാണ് അവിടെ കാണുന്നത്. അത് അല്ലെങ്കിൽ ഇവർ നിങ്ങളുമായിട്ട് വഴക്കിട്ട് പിണങ്ങി ദൂരെ ഇരിക്കുക, സെപ്പറേറ്റഡ് ആയിട്ട് ഇരിക്കുകയാണ്. അതിൻ്റെ വിഷമം, പക്ഷെ മാനസികമായിട്ട് അകൽച്ച ആയിട്ടില്ല. ഫിസിക്കലി വഴക്കിട്ട് പിരിഞ്ഞിരിക്കുകയാണ്. ഓക്കെ. എന്തെങ്കിലും കാരണവശാൽ, ഒന്നുകിൽ ഫാമിലി ആയിരിക്കാം കാര്യം, എന്തോ ഒരു തടസ്സം മൂലം നിങ്ങൾ തമ്മിൽ സെപ്പറേറ്റഡ് ആണ്. അത് കുറച്ച് ക്ഷമയോടെ മാത്രം കൈകാര്യം ചെയ്ത് ക്ലിയർ ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. അതാലോചിച്ച് ഒരു സ്ട്രെസ്ഫുൾ സിറ്റുവേഷനിലാണ്. ഓക്കെ. അപ്പോൾ അതായിരുന്നു ചുരുക്കത്തിൽ ഇന്ന് നിങ്ങളുടെ പേഴ്സൻ്റെ ഫീലിങ്സ്. അപ്പോൾ ഹീലിംഗ് ചെയ്യാൻ പറ്റുന്നവർ, സമയമുള്ളവർ തീർച്ചയായിട്ടും ചെയ്തു നോക്കുക. നിങ്ങളുടെ ലൈഫിൽ വലിയൊരു വ്യത്യാസം ഉണ്ടാക്കാൻ ഹീലിംഗ് ടെക്നിക്ക് കൊണ്ട് നമുക്ക് ചെയ്യാൻ സാധിക്കും. ഞാൻ ചെയ്ത് നോക്കിയിട്ടുള്ളതാണ്, എനിക്ക് ഫലപ്രദമായിട്ട് ഫീൽ ചെയ്തിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് നിങ്ങളോട് പറയാമെന്ന് വിചാരിച്ചത്. ഓക്കെ. ചെയ്തു നോക്കൂ. ഇതേപോലത്തെ പുതിയ വീഡിയോസുമായിട്ട് നമുക്ക് ഉടനെ തന്നെ വീണ്ടും കാണാം. അതേപോലെ പുതിയ സബ്സ്ക്രൈബേഴ്സ്, പുതിയ വ്യൂവേഴ്സ് ആണെങ്കിൽ നിങ്ങൾ ദയവായി ആ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ എനർജിയുമായിട്ട് കണക്ട് ചെയ്യാൻ സബ്സ്ക്രിപ്ഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമ്മൾ തമ്മിലുള്ള ലിങ്ക് എന്ന് പറയുന്ന സബ്സ്ക്രിപ്ഷനാണ്. നിങ്ങളിൽ കൂടി മാത്രമേ എനിക്ക് നിങ്ങളുടെ പേഴ്സണുമായിട്ട് കണക്ട് ചെയ്യാൻ സാധിക്കുള്ളൂ. ഇതൊരു ജനറൽ റീഡിംഗ് ആണെന്ന് പ്രത്യേകം ഓർക്കുക. ഓക്കെ. അപ്പോൾ എല്ലാവരും ഹാപ്പിയായിട്ട് സമാധാനമായിട്ട് ഇരിക്കുക.
ദൈവം അനുഗ്രഹിക്കട്ടെ.